ആലപ്പുഴ കടൽ തീരത്തു നിന്നും ക്യാമറ കണ്ണുകളാൽ ഒപ്പിയെടുത്തതും വർണ്ണങ്ങൾ കൊണ്ട് വിസ്മയം തീർക്കുന്നതുമായ ജീവൻ തുടിക്കുന്ന ചിത്രങ്ങളുടെ പ്രദർശനത്തിന് ആലപ്പുഴയിൽ തുടക്കമായി. പടവും വരയും എന്ന പേരിൽ ഈ മാസം 31 വരെ ആലപ്പുഴ ബീച്ചിലെ കാറ്റാടി പാർക്കിൽ നടക്കുന്ന ചിത്ര പ്രദർശനം അമ്പലപ്പുഴ MLA H. സലാം, കഥാകൃത്ത് ഫ്രാൻസിസ് നെറോണ എന്നിവർ ചേർന്ന് ഉദ്ഘാടനം ചെയ്തു. കൂടുതൽ എഴുതി മനസ്സിലാക്കുന്നതിനേക്കാൾ വേഗതയിൽ ചിത്രങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന ശേഷിയുണ്ടെന്നുള്ളതുകൊണ്ടാണ്. പലപ്പോഴും നമ്മൾ പറയും ചിത്രങ്ങൾ സംസാരിക്കുന്നു എന്ന് പറയുന്ന ഒരു നില കാണാൻ പറ്റും. അതിന്റെ ഒരു പ്രാധാന്യം എഴുത്തിനേക്കാളും അല്ലെങ്കിൽ കൂടുതൽ എഴുതി ഒരു മനുഷ്യരെ വായിച്ച് ബോധ്യപ്പെടുത്തുന്നതിനേക്കാളും വേഗതയിൽ ഒരു ചിത്രം കൊണ്ട് ആശയം പങ്കുവെക്കാൻ കഴിയുന്നു എന്നുള്ളതാണ്. അപ്പൊ നമ്മൾ ചില കാർട്ടൂണുകൾ നമുക്ക് ശ്രദ്ധേയമായ കാർട്ടൂൺ കാണാൻ കഴിയും. അത് ചിലപ്പോൾ ഒരു വലിയ സംഭവം, ആ സംഭവത്തിന്റെ ഒരു പത്രം ഒരുപാട് ആർട്ടിക്കിൾസ് എഴുതി വെക്കപ്പെട്ടത് എല്ലാം വായിച്ചാൽ കിട്ടുന്നതിനേക്കാളും കുറച്ചുകൂടി സ്ട്രൈക്കിംഗ് ആയിട്ടുള്ള ഒരു കാര്യം ചിലപ്പോ ഒരു മനുഷ്യന്റെ മനസ്സിൽ പതിപ്പിക്കാൻ പറ്റുന്ന ഒരു ചിത്രത്തിലൂടെയായിരിക്കും. എഴുത്തിനേക്കാൾ എളുപ്പത്തിൽ ആസ്വാദകരുടെ ഹൃദയത്തിൽ സ്ഥാനം നേടാൻ ചിത്രങ്ങൾക്കാകുമെന്നും ചിത്രങ്ങൾ സ്വയം കഥ പറയുമെന്നും H. സലാം അഭിപ്രായപ്പെട്ടു. ജില്ലയുടെ വിവിധ ഭാഗങ്ങളിലായി നിരവധി ചിത്ര പ്രദർശനങ്ങൾ ഇതിനോടകം നടത്തി ശ്രദ്ധേയനായിട്ടുള്ള അമ്പലപ്പുഴ സൗത്ത് പഞ്ചായത്തിലെ സീനിയർ ക്ലാർക്ക് കൂടിയായ ഷിബു ആലപ്പുഴയുടെ ജീവൻ തുടിക്കുന്ന ചിത്രങ്ങളും ആലപ്പുഴ സബ് രജിസ്ട്രാറും ഫോട്ടോഗ്രാഫറുമായിട്ടുള്ള മുഹമ്മദ് റഫീഖ് ആലപ്പുഴ ബീച്ചിലെ തീരപ്രദേശത്ത് നിന്നും ക്യാമറ കണ്ണുകളാൽ ഒപ്പിയെടുത്ത ദേശാടന പക്ഷികളുടെ ചിത്രങ്ങളും ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള വരയും പടവും ചിത്ര പ്രദർശനം ക്രിസ്തുമസ് പുതുവത്സരാഘോഷങ്ങളുടെ മാറ്റുകൂട്ടുന്ന ഒന്നായി ഇതിനോടകം തന്നെ മാറിയെന്നതും എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. പ്രദർശനം കാണാനെത്തുന്നവരുടെ തിരക്കും ഇതിനോടകം തന്നെ പ്രദർശനം ആലപ്പുഴക്കാർ നെഞ്ചിലേറ്റി എന്നതിന്റെ പ്രത്യക്ഷ തെളിവ് കൂടിയാണ്. ന്യൂസ് സ്റ്റാർ ന്യൂസ്, ആലപ്പുഴ.